നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നും ഗൾഫിലേക്കുള്ള ഒട്ടേറെ വിമാനങ്ങൾ റദ്ദാക്കി. 12 ദിവസത്തിനു ശേഷം ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ. തൃശൂരിൽ ഗവർണർ പങ്കെടുക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സർവകലാശാല. ഫോട്ടോ എടുക്കുന്നതിനും ദൃശ്യങ്ങൾ പകർത്തുന്നതിനുമാണ് വിലക്കേർപ്പെടുത്തിയത്. അടഞ്ഞുകിടക്കുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ കാട്ടാന ആക്രമണം. മതിൽ തകർത്ത കാട്ടാന ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തെ പനകളും മറിച്ചിട്ടു. സഞ്ചാരികളെ ആകർഷിച്ച് അതിരപ്പള്ളി നിറഞ്ഞൊഴുകുന്നു. വെള്ളച്ചാട്ടം കാണാൻ ടൂറിസ്റ്റുകളുടെ വൻ തിരക്ക്. ദേശീയപാത മുടിക്കോട് കാറിൽ കടത്തിയ സിന്തറ്റിക് മയക്കുമരുന്നുമായി 3 യുവാക്കളെ തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ സഞ്ചരിക്കുന്ന വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊടുങ്ങല്ലൂരിൽ പോലീസിന്റെ മിന്നൽ പരിശോധന. നിയമലംഘനം നടത്തിയ 15ഓളം സ്വകാര്യ ബസ്സുകൾക്കെതിരെ കേസെടുത്തു. പാഞ്ഞാളിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടു. പാഞ്ഞാൽ ആലിൻചുവട് റേഷൻ കടയ്ക്ക് സമീപത്താണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപാദങ്ങൾ മണ്ണിൽ പതിഞ്ഞ നിലയിൽ കണ്ടത്. കാൽപ്പാടുകൾ കാട്ടുപൂച്ചയുടേതാകാമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. ദേശീയപാത നടത്തറ സിഗ്നൽ ജംഗ്ഷനിൽ KSRTC ബസിന് പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികനായ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. ആളൂർ സ്വദേശികളായ ചാർലി, സംഗീത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പാലിക്കര അങ്കമാലി റൂട്ടിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുന്നു. ആമ്പല്ലൂരിലും ചാലക്കുടിയിലും വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടു. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് കുന്നംകുളം തെക്കേപ്പുറത്ത് തട്ടുകട തല്ലി തകർത്തു. തെക്കേപ്പുറം AKG റോഡിൽ താമസിക്കുന്ന പാനക്കൽ പറമ്പിൽ വീട്ടിൽ സുജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള തട്ടുകടയാണ് തല്ലി തകർത്തത്. വൺവേ തെറ്റിച്ചു വന്ന് സ്വകാര്യ ബസിനെ പുറകിലിട്ട് എടുപ്പിച്ച് വനിതാ പോലീസിന്റെ വീഡിയോ വൈറൽ. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മുതുവറയിലാണ് സംഭവം. അംഗത്വം നൽകാതെ ജീവനക്കാരെ രാഷ്ട്രീയമായി മാറ്റി നിർത്തുന്ന തൃശൂരിലെ കേരള ബാങ്ക് എംപ്ലോയീസ് സഹകരണ സംഘം ഭരണസമിതിക്കെതിരെ ജീവനക്കാർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ CITU സംസ്ഥാന കമ്മിറ്റി അംഗം A. സിയാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത പഠനത്തിനുള്ള പ്രവേശനത്തിനു വേണ്ടി വിദ്യാർത്ഥികൾ നെട്ടോട്ടം ഓടുമ്പോൾ തെറ്റുകളുടെ കൂടാരമായി മാറി ഹയർ സെക്കൻഡറി മാർക്ക് ലിസ്റ്റ്. കഴിഞ്ഞ മാർച്ചിൽ 2ാം വർഷ പൊതുപരീക്ഷ എഴുതിയ ഹയർ സെക്കൻഡറി കുട്ടികളുടെ മാർക്ക് ലിസ്റ്റാണ് ഗുരുതര പിഴവുകൾ കടന്നുകൂടിയത്. സംയുക്ത ട്രേഡ് യൂണിയൻ വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് കാൽനട പ്രചരണ ജാഥ നടത്തി. സമാപന സമ്മേളനം വെങ്കിടങ്ങ് സെന്ററിൽ സിപൈ വെങ്കിടങ്ങ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CR ദിലീപ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് മുറിച്ചു. കരിയന്നൂർ, എരുമപ്പെട്ടി, പാഴിയോട്ടുമുറി എന്നിവിടങ്ങളിൽ റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകളാണ് മുറിച്ചത്. കർഷക സംഘം മേത്തല വില്ലേജ് സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് TP ജോഷി അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. UDF തോളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രകടനം നടത്തി. തോളൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KG പോൾസൺ, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CK ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡ് തല പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിന്റെ ഭാഗമായി കൺവെൻഷൻ സംഘടിപ്പിച്ചു. AICC സെക്രട്ടറി PV മോഹൻ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര സംവിധായകൻ ലോഹിതാദാസിന്റെ സ്മരണാർത്ഥം ചിൽഡ്രൻ ഫിലിം ക്ലബ് ഏർപ്പെടുത്തിയ ഷോർട്ട് ഫിലിം തിരക്കഥ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. ഈ മാസം 28-ന് കേരള സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ലോഹിതാദാസ് അനുസ്മരണ ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും. കുഴൂർ പഞ്ചായത്തും ആയുർവേദ ആശുപത്രിയും ചേർന്ന് യോഗ പ്രകടനവും നേത്ര പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഉദ്ഘാടനം ചെയ്തു.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ട്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ട്സ് അസോസിയേഷൻ ജില്ലാ രക്ഷാധികാരി TV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. തണൽമരം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വധൂവരന്മാരെ കണ്ടെത്തുന്നതിനുള്ള 5ാം മഹാസംഗമം തൃശൂരിൽ സംഘടിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന മഹാസംഗമം മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് നേതാജി കൾച്ചറൽ സെന്റർ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ആദരവും സംഘടിപ്പിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയത്തെ തുടർന്ന് തിരുവില്ലാമല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവില്ലാമല ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തിരുവില്ലാമല മണ്ഡലം പ്രസിഡന്റ് S രാമചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഉദയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബാസൻ സ്റ്റാർസ് കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ തോന്നൂക്കര ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ G6 FC തോന്നൂർക്കര ജേതാക്കളായി. അജിത് താനിക്കൽ വിജയികൾക്കായുള്ള സമ്മാനദാനം നടത്തി. തൃശൂർ എൽത്തുരുത്ത് സെന്റ് അലൂഷ്യസ് കോളേജിൽ ജൻ ശിക്ഷൻ സംസ്ഥാന്റെ നേതൃത്വത്തിൽ സൗജന്യ ഡ്രസ് മേക്ക് ഓവർ കോഴ്സ് ആരംഭിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ED ഡയസ് ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് പൂവത്തൂരിൽ ആരംഭിച്ച ലേഡീസ് ഫിറ്റ്നസ് സെന്റർ വനിതകൾക്കായി തുറന്നു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക സർവകലാശാലയുടെ കഴിഞ്ഞ വർഷത്തെ ബിരുദദാന ചടങ്ങ് വ്യാഴാഴ്ച പുഴയ്ക്കലിൽ നടക്കും. ഉച്ചയ്ക്ക് 2-ന് ഗവർണറും സർവകലാശാല ചാൻസലറുമാരായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ബിരുദദാനം നിർവഹിക്കും. വെള്ളക്കെട്ടിലായ വീട്ടിലെ ഗൃഹനാഥയുടെ മരണത്തെ തുടർന്ന് മൃതദേഹം ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കുവാനും തുടർന്ന് ശ്മശാനത്തിലേക്ക് എത്തിക്കുവാനുള്ള അന്ത്യയാത്രയും ഫൈബർ ബോട്ടിലൊരുക്കി ബന്ധുക്കൾ. ചാഴൂർ പഞ്ചായത്തിലെ പുറത്തൂർ മുനയത്ത് പുതിയടത്ത് രാമു ഭാര്യ സരസിയാണ് പ്രമേഹം മൂർച്ഛിച്ച് പഴുവിൽ ആശുപത്രിയിൽ വെച്ച് ചൊവ്വാഴ്ച രാവിലെ മരിച്ചത്. ശോചനീയാവസ്ഥയിലായ പൂങ്കുന്നം പുഴയ്ക്കൽ റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJP തൃശൂർ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂങ്കുന്നത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ BJP മുൻ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ UDF വിജയത്തിൽ മണത്തലയിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തേർലി അശോകൻ, കൌൺസിലർ ഫൈസൽ കാണാമ്പുള്ളി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഗുരുവായൂർ നഗരസഭ പ്രഥമ വൈസ് ചെയർമാനായിരുന്ന വീട്ടിക്കിഴി ഗോപാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരത്തിന് മാധ്യമപ്രവർത്തകൻ റാഫി വലിയകത്തിനെ തെരഞ്ഞെടുത്തു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ പുരസ്കാര വിതരണം നിർവഹിക്കും. APN നമ്പൂതിരി മാഷിന്റെ പേരിൽ വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വർഷത്തെ പുരസ്കാരത്തിന് പ്രൊഫസർ PC തോമസ് അർഹനായി. നാളെ വൈകിട്ട് 5-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പുരസ്കാരം സമ്മാനിക്കും. കല്ലേറ്റുംകരയിലെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ അവഗണനയ്ക്കെതിരെ റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി നടത്തിവരുന്ന സമരം 100 ദിവസം പിന്നിട്ടു. റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി വർക്കിംഗ് പ്രസിഡന്റ് KF ജോസ് ഉദ്ഘാടനം ചെയ്തു. പീപ്പിൾസ് ആൻഡ് റെസ്ലിംഗ് ഫെഡറേഷൻ ഇന്ത്യയുടെ ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് ഈ മാസം 28 മുതൽ ജൂലൈ 2 വരെ തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഞായറാഴ്ച വൈകിട്ട് 6-ന് കായിക മന്ത്രി V അബ്ദുൾ റഹ്മാൻ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കുഴിയും ചെളിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതിരുന്ന ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് 10 വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണ്. കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ ഓട്ടുപാറ ജംഗ്ഷനിൽ ടൈൽ ജോയിന്റ് കോൺക്രീറ്റ് ഇടുന്നതിന്റെ ഭാഗമായി ഓട്ടുപാറയിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. വാഹനങ്ങൾ തിരിച്ചു പോകുന്നത് സംബന്ധിച്ച് പൊതുമരാമത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി പാലിക്കപ്പെടുന്നില്ല. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ചിയ്യാരത്ത് ശ്രീ ജഗന്നാഥ രഥോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഭക്തി വിനോദ് സ്വാമി മഹാരാജ് ഉദ്ഘാടനം ചെയ്യും. കൊടകര അഴകം യുവജന സംഘം വായനശാലയുടെ നേതൃത്വത്തിൽ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ S സുധീർ ഉദ്ഘാടനം ചെയ്തു.
സൗദിയിൽ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് നാട്ടിക സ്വദേശിയായ വിദ്യാർത്ഥി മരിച്ചു. കല്ലിപ്പറമ്പിൽ സിദ്ദിഖ് ഹസൈൻ ആരിന്റെ മകൾ 18 വയസ്സുള്ള ഫർഹാന ഷെറിനാണ് മരിച്ചത്. പെരിഞ്ഞനം ലക്ഷ്മി അംഗൻവാടി റോഡിന്റെ ശോചനാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. പെരിഞ്ഞനം 8ാം വാർഡ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. ബി.ജെ.പി. കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി നിഷാന്ത് ഈരക്കാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ പഞ്ചിക്കൽ മാതാ അമൃതാനന്ദമയി മഠത്തിൽ കാർത്തിക പൂജയും അമൃത സംഗമവും ആഘോഷിച്ചു. സദ്ഗുരു തത്വവും ജീവിതവും എന്ന വിഷയത്തെക്കുറിച്ച് ശ്രീരാമകൃഷ്ണ മഠം സ്വാമി നന്ദാത്മജാനന്ദ സ്വാമിയും വിഗ്രഹാരാധന തത്വവും പ്രയോഗവും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ മധുവും പ്രഭാഷണം നടത്തി. ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിന്റെയും സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമിയിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിക്കും. ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. ദേശീയപാതയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് അടിപ്പാതകളുടെ നിർമ്മാണം പൂർത്തിയാക്കും വരെ പാലിയക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മുരിങ്ങൂരിൽ ഒറ്റയാൾ സമരം. എയ്ഡ്സ് സെന്റർ ഡയറക്ടർ ജയൻ ജോസഫ് പട്ടത്താണ് ദേശീയപാതയിലെ ജംഗ്ഷനിൽ നിൽപ്പ് സമരം നടത്തിയത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.